എന്തായാലും നാളെയാണ് തൃശ്ശൂർ പൂരത്തിന് സമാപനമാകുന്നത്. നാളെ പാറമേക്കാവിന്റെയും തിരുവമ്പാടി വിഭാഗത്തിന്റെയും എഴുന്നള്ളിപ്പുണ്ടാകും. ശേഷം 11 മണിയോടെ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. ആയിരങ്ങളാണ് ശ്രീമൂലസ്ഥാനത്തെ ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങ് കാണാൻ എത്തിച്ചേരാറുള്ളത്. ആരൊക്കെയാണ്? വിപിൻ സി വിജയനും മേഘന മുരളിയും അവിടെ പൂരനഗരിയിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. വിപിൻ, അപ്പോൾ ഒരു വിസ്മയം കണ്ടിരിക്കുന്നു പൂരപ്രേമികൾ ഒരിക്കൽ കൂടി എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന പോലെ ലഞ്ചിതർമേളത്തിന് പിന്നാലെ നടന്ന തെക്കോട്ടിറക്കം, അതിന് പിന്നാലെ ഉണ്ടായ കുടമാറ്റം ഇത്തവണ വെട്ടിച്ചുരുക്കിയെങ്കിലും ആ 15 മിനിറ്റ് നേരം മറ്റൊരു ലോകത്തായിരുന്നു അവിടെ ഉണ്ടായ പുരുഷാരം മൊത്തം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങുകൾ? രാത്രിയുമൊക്കെ ഈ മുറ പോലെയുള്ള ചടങ്ങുകളൊക്കെ ആചാരപരമായി നടക്കും എന്നറിയാം. വെടിക്കെട്ട് മാത്രമാണല്ലോ ഒഴിവാക്കിയിട്ടുള്ളത്. യെസ്, അതെ പ്രജിൻ. അമൃത, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അതിനൊരു കാന്തിക ശക്തിയുണ്ട്. അത് ആളുകളെ ഇങ്ങനെ ഇവിടേക്ക് ആകർഷിക്കുകയും ഒപ്പം തന്നെ ഇതാ വിടാതെ അത്രത്തോളം ജനങ്ങൾ ഇപ്പോഴും ഈ ഒരു തേക്കിൻകാട് മൈതാനത്തുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ മേഘന ഇത് റിപ്പോർട്ട് ചെയ്യാൻ, തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മേഘന അനുഭവം? അതിലെ നമ്മള് വടക്കുകാർക്ക് എന്തിനാണ് ഇത്രയും ആളുകൾ ഇവിടേക്ക് ഈ ദിവസം എത്തുന്നത് എന്നുള്ള വലിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയം ഇന്ന് തീർന്നു കിട്ടി. കാരണം അത് TV-യിൽ കാണുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഇവിടെ വന്ന് പഞ്ചവാദത്തിന്റെ കൂടെ താളം പിടിക്കുന്നതൊക്കെ അത്രയേറെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് സാധിച്ചത് എന്നുള്ളത്. 36 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ആഘോഷം തന്നെയാണ്. അതെ, അതിൽ ഈ ഇത്രയധികം ഒരു വേദനയുടെ സമയത്തും ഈ തൃശ്ശൂരുകാർ ആതിഥേയരെ വരവേൽക്കുന്നത് പോലെ തന്നെ അവർക്ക് വലിയൊരു ദൃശ്യവിരുന്ന് ഒരുക്കുന്നത് അത് തൃശ്ശൂരുകാരുടെ മാത്രം കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ സംഘാടന മികവാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ് തൃശ്ശൂർ. പറഞ്ഞതുപോലെ ഇനി നാളത്തെ ചടങ്ങുകളാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത്, ഇന്നിപ്പോൾ രാത്രി ഈ ഘടകപൂരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നെയ്തലക്കാവിലമ്മ, ഒപ്പം തന്നെ ചെമ്പുകാവ് ഭഗവതിയൊക്കെ ഇന്ന് രാത്രി വീണ്ടും ഈ തന്നെ വരികയും പിന്നീട് തിരിച്ചു മടങ്ങുകയും ചെയ്യും. നാളെ രാവിലെ 2 പൂരങ്ങൾ, അതായത് ഈ തിരുവമ്പാടി പൂരവും ഒപ്പം തന്നെ പാറമേക്കാവ് പൂരവും ഇന്നുണ്ടായത് എങ്ങനെയാണോ അതിന്റെ വീണ്ടും ഒരു റിപ്പീറ്റ് എന്നുള്ള പോലെ തന്നെ വീണ്ടും 15 ആനപ്പുറത്ത് ഒരു എഴുന്നള്ളത്തുണ്ട്. അത് ഏകദേശം ഒരു 9 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. അതായത് തിരുവമ്പാടി നായ്ക്കനാലിൽ നിന്നും മണികണ്ഠനാലിൽ നിന്ന് പാറമേക്കാവിന്റെയും പൂരം വീണ്ടും ആരംഭിക്കും. അത് രണ്ടും തന്നെ ശ്രീമൂലസ്ഥാനത്ത് എത്തിച്ചേരും. ഈ ശ്രീമൂലസ്ഥാനത്ത് വെച്ച് അതിഗംഭീരമായ മേളം നടക്കും. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ ഇന്ന് കണ്ടതുപോലെ തന്നെ കിഴക്കൂട്ട് അനിയന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ആവേശകരമായിട്ടുള്ള ഒരു മേളമായിരിക്കും നാളെ ഈ 2 വിഭാഗത്തിന്റെയും നടക്കുക. അത് ഏകദേശം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുവമ്പാടി ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആനകൾ എല്ലാം തന്നെ ഉണ്ട്. ആ ഗജവീരന്മാരുടെ പുറത്തെഴുന്നള്ളത്ത് നാളെയും ഉണ്ടാകും. അതിനുശേഷമാണ് തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും ഈ ഒരു ശ്രീമൂല സ്ഥാനത്ത് മുഖാമുഖം നിന്ന് ഉപചാരം ചൊല്ലി പിരിയുന്ന അതിലേക്ക് പോവുക. വളരെ വൈകാരികമായിട്ടുള്ള ഒരു ചടങ്ങ് കൂടിയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്, ഒരു പൂരപ്രേമിയെ സംബന്ധിച്ച്. ഇപ്രാവശ്യത്തെ പൂരമെല്ലാം തന്നെ ഭംഗിയായിരിക്കുന്നു. ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ അതുവരെ, അതായത് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഒരു ബൈ എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും നല്ല മുഹൂർത്തം അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അത് ശക്തൻ തമ്പുരാൻ കാണുകയും അത് ആ രീതിക്ക് ഒരു ആചാരപരമായി തന്നെ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരിന്റെ, കേരളത്തിന്റെ, ലോകത്തിന്റെ പൈതൃകം തന്നെയാണ് നാളത്തെ ഉപചാരം ചൊല്ലിപ്പിരിയൽ. ഇനി അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമികളും. നാളെ ഏകദേശം ഒരു 11 മണിയോട് കൂടിയായിരിക്കും ആ ചടങ്ങ് ശ്രീമൂല. ശരി, വിപിൻ സി വിജയനും മേഘന മുരളിയുമാണ് പൂരനഗരിയിലും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഈ സമയമാകുമ്പോഴത്തേക്കും പിന്നീട് എല്ലാവരും ആകാശത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു സമയമുണ്ട്. കാരണം വെടിക്കെട്ടുണ്ടാവുക ഇനിയാണ്. രാത്രിയിലൊരു വെടിക്കെട്ട്, പിന്നീട് പുലർച്ചെയുള്ള വെടിക്കെട്ട്. ആകാശ വിസ്മയത്തിനുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക. പക്ഷേ ഇത്തവണ നമുക്കറിയാം വെടിക്കെട്ട് പൂര ദുരന്തം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ അത് ഒരുപാട് പൂരപ്രേമികൾ പറയുന്നുണ്ട്. പക്ഷേ മനസ്സിൽ ഇങ്ങനെ ഒരു തീരാവേദനയായി അതുള്ളതുകൊണ്ട് തന്നെ വെടിക്കെട്ട് വേണ്ട എന്നൊരു തീരുമാനത്തിൽ ദേവസ്വങ്ങളും അവിടുത്തെ ദേശക്കാരുമെല്ലാം വരികയായിരുന്നു. നാളെയാണ് പൂരം അവസാനിക്കുക. അതിന്റെ ചടങ്ങുകളിലേക്ക് കടക്കുന്നുവെന്നാണ് വിപിൻ സി വിജയനും മേഘന മുരളിയും നൽകിയ വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.